നമസ്കാരം. ഇഡ്ഡലി, ദോശ അല്ലെങ്കിൽ ഉഴുന്നുവട ഇതിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചട്നിയാണ് ഇന്നത്തെ റെസിപ്പി, തക്കാളി ചട്നി. അധികം ബുദ്ധിമുട്ടൊന്നും കൂടാതെ വളരെ ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്ത ശേഷം 4 വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും 2 പച്ചമുളക് ചോപ്പ് ചെയ്തതും ചേർത്ത് ഒരു 10 സെക്കൻഡ് നേരം ഇളക്കുക. നിങ്ങൾക്ക് എരിവ് വളരെ കുറച്ച് മതിയെങ്കിൽ 1 പച്ചമുളക് ചേർത്താൽ മതിയാവും. ഇനി ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തതും 2 മീഡിയം സൈസ് ടൊമാറ്റോ ചോപ്പ് ചെയ്തതും ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. നമുക്കിതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ആ കാശ്മീരി മുളക് പൊടിയുടെ റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറുന്നതിനായി 1-2 മിനിറ്റ് നേരം ഇളക്കുക. ഇതായിട്ടുണ്ട്. തീ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ചൂടൊന്ന് കുറഞ്ഞ ശേഷം ഇത് നമുക്ക് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിനായി ഞാനിത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് വളരെ ഫൈനായിട്ട് അരയ്ക്കേണ്ട കാര്യമില്ല. മിക്സിയിൽ ഒരു 10 സെക്കൻഡ് നേരം അരച്ചാൽ മതിയാവും. അരച്ചെടുത്ത ടൊമാറ്റോ ചട്നിയിൽ കടുക് താളിക്കണം. അതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുക. ഉഴുന്ന് ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നതുവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം 2 ഉണക്കമുളക് നടുവേ മുറിച്ച് ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ചട്നിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. തക്കാളി ചട്നി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.